ഇതെല്ലാം ഇടിഞ്ഞ് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് ഇത് ഈ ഓട്ടോറിക്ഷ വലിച്ചു കയറ്റണം. അത്രയധികം സമയമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള പുഞ്ചിരിമഠത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രദേശമാകെ മാറിപ്പോയിരിക്കുകയാണ്. അത്രയധികം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഈ വീടിന് 100 മീറ്റർ അകലെയാണ് ഈ ഓട്ടോറിക്ഷ കിടക്കുന്നത്. വിജയപാലിന്റെ ഓട്ടോറിക്ഷ കിടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധു തന്നെ പറയുന്നത്. ഓട്ടോറിക്ഷയിലെ ചെടിയിൽ ചെരിഞ്ഞ് വീണ് കിടക്കുന്ന നിലയിലാണ്. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് വ്യക്തതയില്ല. പക്ഷേ ഓട്ടോറിക്ഷ ഇത്തരത്തിൽ നിർത്തണമെങ്കിൽ ആരും അതിനകത്ത് ഉണ്ടാകില്ലായിരിക്കാം. നമുക്ക് പുഞ്ചിരി പദ്ധതിക്കാനുള്ള ശ്രമങ്ങൾ ദൗത്യസംഘം തുടരുകയാണ്. അവിടേക്കെല്ലാം അതിനു മുമ്പ് ചൂരന്മല വില്ലേജ് ഓഫീസിന് സമീപത്തെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിദാരുണമായ അവസ്ഥയാണ് ചൂരന്മല